അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് RC സീരീസ് സർക്യൂട്ടായിരുന്നു. അപ്പോൾ RC സീരീസ് സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ ഫേസ് ആംഗിൾ, ഇമ്പിഡൻസ് ട്രയാംഗിൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: എ 10 ohm റെസിസ്റ്റർ ആൻഡ് 400 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു എ 60 വോൾട്ട് സപ്ലൈ. ഫൈൻഡ് ഒന്നാമതായി ചോദിച്ചിട്ടുള്ള ഇമ്പിഡൻസ്, 2 ഫേസ് ആംഗിൾ, 3 കറണ്ട്, 4 പവർ ഫാക്ടർ, 5 വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു 10 ohmൻ്റെ റെസിസ്റ്ററും 400 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലോട്ടൊരു 60 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഒന്ന് ഇമ്പിഡൻസ് കാണണം, ഫേസ് ആംഗിൾ കാണണം, കറണ്ട് കാണണം, പവർ ഫാക്ടർ കാണണം, വോൾട്ടേജ് കാണണം, അല്ലാതെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ കാണണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള ടേംസ് നമ്മൾ നോട്ട് ചെയ്തു. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇസിക്വൽ ടു 10 ohm ആണ്. C എന്ന് പറഞ്ഞാൽ 400 മൈക്രോ ഫാരഡ് ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫാരഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഫാരഡിലോട്ട് ഇതിനെ മാറ്റണം. മൈക്രോ ഫാരഡിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 400 × 10⁻�6 ഫാരഡായിട്ട് മാറി. ക്വസ്റ്റനിൽ ഫ്രീക്വൻസി സ്പെസിഫൈ തന്നിട്ടില്ല. ക്വസ്റ്റനിൽ ഫ്രീക്വൻസി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി F 50 Hz എന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നോട്ട് ചെയ്തു. നമ്മളിങ്ങനെ ഒരു സർക്യൂട്ട് വരച്ചു. R എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 ohm ആണ്. അതേപോലെ C എന്ന് പറഞ്ഞാൽ 400 മൈക്രോ ഫാരഡ് ആണ്. രണ്ടും സീരീസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് 60 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യമായിട്ട് കാണാൻ പറഞ്ഞത് ഇമ്പിഡൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ഒരു RC സീരീസ് സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷനാണ് Z √R² + XC². ഇവിടെ ഇപ്പോൾ ഒരു RC സീരീസ് സർക്യൂട്ടാണ്. Rഉം അതേപോലെ Cയും സീരീസായി കണക്ട് ചെയ്ത സർക്യൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പിഡൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ √R² + XC² ചെയ്തു. ഇതിൽ നമുക്ക് ക്വസ്റ്റനിൽ R തന്നിട്ടുണ്ട്. അതേപോലെ X നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. X കാണാനുള്ള ഇക്വേഷനാണ് X = 1/2πfc നമ്മൾ പറഞ്ഞു. സോ 1/2πfcക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × പൈൻ്റെ വാല്യൂ 3.14 എന്ന് കൊടുത്തു. എഫിൻ്റെ വാല്യൂ 50, C എന്ന് പറഞ്ഞാൽ 400 × 10⁻⁻6 ചെയ്ത് കഴിഞ്ഞാൽ X = 7.96 ohm എന്ന് കിട്ടി. സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് X = 7.96 ohm എന്ന് ഇവിടെ കിട്ടി. അപ്പോൾ നമുക്ക് R കിട്ടിയിട്ട് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. X നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, √R² + XC² എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇമ്പിഡൻസ് ഇവിടെ കണ്ടെത്താൻ പറ്റും. സോ ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷൻ ഇവിടെ നോട്ട് ചെയ്തു. Z = √R² + XC². R എന്ന് പറഞ്ഞാൽ 10 ആണ്. X എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി 7.96 ആണ്. സോ √10² + 7.96 2, that is equal to √100 + 63.36, that is √163.36. Z is equal to 12.78 ohm എന്ന് കിട്ടി. അപ്പോൾ ഇമ്പിഡൻസ് കിട്ടിയിട്ടുണ്ട് 12.78 ohm എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി ഇമ്പിഡൻസ് ആയിരുന്നു, അതിൻ്റെ വാല്യൂ കിട്ടി 12.78 ohm. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫേസ് ആംഗിൾ ആണ്. ഫേസ് ആംഗിൾ കാണാൻ ഇക്വേഷനാണ് φ = tan inverse of -XC / R ആണ്. സോ tan inverse of XC എന്ന് പറഞ്ഞാൽ -7.96, R എന്ന് പറഞ്ഞാൽ 10. സോ tan inverse of -7.96 / 10, ദാറ്റ് ഈസ് ഇക്വൽ ടു -38.52 ഡിഗ്രി എന്ന് പറഞ്ഞു. മൈനസ് വരാനുള്ള കാരണം ഇവിടെ എന്ത് ചെയ്യാണ്, ഇതൊരു RC സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ പിന്നെ കറണ്ട് വോൾട്ടേജിനേക്കാളും ഒരു 38.52 ഡിഗ്രി ലീഡ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരാനുള്ള കാരണം. വോൾട്ടേജ് ബാക്കിലാണ്, കറണ്ട് ലീഡ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് കറണ്ട് ലീഡ് ബൈ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 38.52 ഡിഗ്രി. അപ്പോൾ നമ്മൾ മൈനസ് വന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, കറണ്ട് അവിടെ എന്ത് ചെയ്യും, ലീഡ് ചെയ്യും, പിന്നെ വോൾട്ടേജ് എന്ത് ചെയ്യും, ലാഗ് ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ കറണ്ട് ലീഡ്സ് ബൈ വോൾട്ടേജ് ബൈ ആംഗിൾ 38.52 ഡിഗ്രി. ഇവിടെ ആംഗിൾ ശരിക്കും തന്നെയാണ് 38.52 മൈനസ് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്, അങ്ങനെ കറണ്ട് ലീഡ് ചെയ്തുകൊണ്ടും വോൾട്ടേജ് ലാഗ് ചെയ്യുന്നതുകൊണ്ടും അവിടെ എന്ത് ചെയ്തു, മൈനസ് സൈൻ വന്നു. സോ ഫേസ് ആംഗിൾ കിട്ടി -38.52 ഡിഗ്രി.
ഇനി കറണ്ട് നോക്കാം. കറണ്ട് കാണാൻ ഇക്വേഷനാണ് I = V/Z. അപ്പോൾ V എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60 ആണ്. Z എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി 12.78 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 / 12.78 ചെയ്താൽ നമുക്ക് 4.69 ആംപിയർ എന്ന് അവിടെ കിട്ടും. ഇനി അതേപോലെ പവർ ഫാക്ടറാണ്. പവർ ഫാക്ടർ കാണാൻ ഇക്വേഷനാണ് cos φ = R/Z. R എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10 ആണ്. Z എന്ന് പറഞ്ഞാൽ 12.78 ആണ്. അപ്പോൾ 10 / 12.78 നമുക്ക് കിട്ടി 0.78. അപ്പോൾ പവർ ഫാക്ടർ കിട്ടി 0.78 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ വാല്യൂ ശരി തന്നെയാണ്. കാരണം പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0-ൻ്റെയും 1-ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. നമുക്ക് ആ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂവിനെയാണ് കിട്ടിയിട്ടുള്ളത്. 0.78 നമുക്കിവിടെ കിട്ടി. സോ പവർ ഫാക്ടർ = 0.78. ഇനി നമ്മളിവിടെ കാണാൻ വേണ്ടി വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആയിരുന്നു. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ കാണാൻ ഇക്വേഷനാണ് VC = I × XC ആണ്. അപ്പോൾ I എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി. I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. അപ്പോൾ I നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. XC നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4.69 × XC എന്ന് പറഞ്ഞാൽ 7.96 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 37.33 വോൾട്ട് നമുക്കവിടെ കിട്ടി. സോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 37.33 വോൾട്ട് ആണ്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ 5 ടേംസാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 5 ടേംസ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? എ റെസിസ്റ്റൻസ് ഓഫ് 50 ohm ഇൻ സീരീസ് വിത്ത് എ കപ്പാസിറ്റർ ഓഫ് 100 microfarad. The series combination is connected across a 100 volt 50 Hz supply. Find ഒന്നാമത് ഇമ്പിഡൻസ്, 2 കറണ്ട്, 3 പവർ ഫാക്ടർ, 4 ഫേസ് ആംഗിൾ, 5 വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ. ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു 50 ഓമിൻ്റെ റെസിസ്റ്ററും അതേപോലെ 100 മൈക്രോഫാരഡ് ഉള്ള കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസ് കോമ്പിനേഷനോട് 100 വോൾട്ട് 50 Hz സപ്ലൈ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇമ്പിഡൻസ് കാണണം, പിന്നെ കറണ്ട് കാണണം, പവർ ഫാക്ടർ കാണണം, ഫേസ് ആംഗിൾ കാണണം, കപ്പാസിറ്ററിനും അതേപോലെ റെസിസ്റ്ററിനും അക്രോസുള്ള വോൾട്ടേജും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആ തന്നിട്ടുള്ള ടേംസ് ഒന്ന് നമ്മുടെ നോട്ട് ചെയ്തു. R എന്ന് പറഞ്ഞാൽ 50 ohm ആണ്. C എന്ന് പറഞ്ഞാൽ 100 microfarad ആണ്. 100 microfaradനെ ഫാരഡിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 100 × 10⁻⁶ ആക്കി. സോ 100 × 10⁻⁶ ഫാരഡായിട്ട് മാറി. V എന്ന് പറഞ്ഞാൽ 100 വോൾട്ടാണ്. F എന്ന് പറഞ്ഞാൽ 50 Hz. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫിഗർ നമ്മൾ വരക്കുകയാണെങ്കിൽ 50 ഓമിൻ്റെ റെസിസ്റ്ററും അതേപോലെ 100 × 10⁻⁶ ഫാരഡും, അതായത് 100 മൈക്രോഫാരഡിൻ്റെ ഒരു കപ്പാസിറ്ററും നമ്മൾ എന്ത് ചെയ്തു, സീരീസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനോട് 100 വോൾട്ട് 50 Hz സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് ഇമ്പിഡൻസ് കാണണം, കറണ്ട് കാണണം, പവർ ഫാക്ടർ കാണണം, ഫേസ് ആംഗിൾ കാണണം, കപ്പാസിറ്റർ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജും കണ്ടുപിടിക്കണം. സോ ഇമ്പിഡൻസ് കാണാൻ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാത്ത ഒരു RC സീരീസ് സർക്യൂട്ടാണ്. റെസിസ്റ്ററും അതേപോലെ കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ്. സോ RC സീരീസ് സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷനാണ് Z = R² + XC² എന്ന് പറഞ്ഞു. ഇതിൽ R നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് XC കണ്ടുപിടിക്കണം. XC കാണാനുള്ള ലൊക്കേഷനാണ് 1/2πfc. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് = 1/2πfc ആണ് നമുക്കറിയാം. നമ്മുടെ ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 × π എന്ന് പറഞ്ഞാൽ 3.14 ആണ്. അതേപോലെ F എന്ന് പറഞ്ഞാൽ 50 ആണ്. പിന്നെ C എന്ന് പറഞ്ഞാൽ 100 × 10⁻⁻⁶ ആണ്. സോ ആ വാല്യൂ കൊടുത്തു. 1/2 × 3.14 × 50 × 100 × 10⁻⁶ വന്നു. അപ്പോൾ XC നമുക്ക് കിട്ടി 31.84 ohm എന്ന് കിട്ടി. അതായത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC = 31.84 ohm നമുക്കവിടെ കിട്ടി. ഇനി നമുക്കിപ്പോൾ റെസിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട്, അതേപോലെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പിഡൻസ് കണ്ടുപിടിക്കണം. ഇമ്പിഡൻസ് കാണാൻ ഇക്വേഷൻ √R² + XC² ആണ്. നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് √50² + 31.84 2 എന്ന് വന്നു. √50² എന്ന് പറഞ്ഞാൽ 2500 ആണ്. അതേപോലെ XC² 31.84 എന്ന് പറഞ്ഞാൽ 1013.78 എന്ന് കിട്ടി. അപ്പോൾ √3513.78 എന്ന് കിട്ടി. ദാറ്റ് ഈസ് = 59.2
59.28 ഓം എന്ന് കിട്ടി. അതായത് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് സെറ്റ് എന്ന് പറഞ്ഞാൽ 59.28 ഓം ആണ് നമുക്കവിടെ കിട്ടി. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിന് ആൻസറായി. ഇനി രണ്ടാമത്തെ പാർട്ടാണ് കറണ്ട് കാണാൻ ഇക്വേഷൻ I = V/Z ആണ്. V എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 100 ആണ് തന്നിട്ടുണ്ട്. Z എന്ന് പറഞ്ഞാൽ 59.28 ആണ് നമ്മളിപ്പോൾ കണ്ടെത്തി. സോ 100 ഡിവൈഡഡ് ബൈ 59.28 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.69 ആംപിയർ എന്ന് കിട്ടും. സോ ഈ ഒരു സർക്യൂട്ടിലുള്ള കറണ്ടാണ് 1.69 ആംപിയർ. പവർ ഫാക്ടർ കാണാൻ ഇക്വേഷൻ നോക്കുക. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos φ = R/Z ആണ്. R എന്ന് പറഞ്ഞാൽ 50 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Z നമ്മൾ കണ്ടെത്തി 59.28 ആണ്. സോ 50 ഡിവൈഡഡ് ബൈ 59.28 എന്ന് പറഞ്ഞാൽ 0.84 എന്ന് കിട്ടി. സോ പവർ ഫാക്ടർ കിട്ടി 0.84. അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ള ഫേസ് ആംഗിളാണ്. φ = tan ഇൻവേഴ്സ് ഓഫ് -XC ഡിവൈഡഡ് ബൈ R ആണ് നമ്മൾ RC സീരീസ് സർക്യൂട്ടിൻ്റെ ഫേസ് ആംഗിൾ കാണാനുള്ള ഇക്വേഷന്. സോ tan ഇൻവേഴ്സ് ഓഫ് XC എന്ന് പറഞ്ഞാൽ 31.84. സോ -31.84 ഡിവൈഡഡ് ബൈ 50 എന്ന് വന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു -32.49 ഡിഗ്രി. ഇവിടെയും മൈനസ് വരാനുള്ള കാരണം നമ്മൾ കറണ്ട് ലീഡ് ചെയ്യുന്നുണ്ടാകും, വോൾട്ടേജ് ലാഗ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരാനുള്ള കാരണം. സോ ഫേസ് ആംഗിൾ ഇസ് ഈക്വൽ ടു -32.49 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ കാണാനുള്ള ഇക്വേഷനാണ് VC = I × XC, കറണ്ട് ഇൻറ്റു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. സോ I എന്ന് പറഞ്ഞാൽ 1.69 ആംപിയർ ആണ്. XC എന്ന് പറഞ്ഞാൽ 31.84 ആണ്. സോ 1.69 × 31.84 എന്ന് പറഞ്ഞാൽ 53.81 വോൾട്ട് എന്ന് കിട്ടി. അതായത് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് 53.81 വോൾട്ട് എന്ന് പറഞ്ഞാൽ. അതേപോലെ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ നോക്കാം. ഇപ്പോൾ VR എന്ന് പറഞ്ഞാൽ I × R ആണ്, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. സോ കറണ്ട് എന്ന് പറഞ്ഞാൽ 1.69 ആണ്, R എന്ന് പറഞ്ഞാൽ 50 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 84.5 വോൾട്ട് എന്ന് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററാണ് 53.81 വോൾട്ട്. അതേപോലെ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററാണ് 84.5 വോൾട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ് അതിനെല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചും ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് RLC സീരീസ് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ മുമ്പ് RL സീരീസ് സർക്യൂട്ട് പറഞ്ഞു, അതേപോലെ RC സീരീസ് സർക്യൂട്ട് പറഞ്ഞു. ഇനി 3 ടേംസുള്ള, അതായത് റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും ഉള്ള RLC സീരീസ് സർക്യൂട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ RLC സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സർക്യൂട്ടിനെ പറയുന്ന പേരാണ് RLC സീരീസ് സർക്യൂട്ട് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നോക്കാം, ഈ ഒരു സർക്യൂട്ട് ശ്രദ്ധിക്കുക. ഇവിടെ R എന്നുള്ള റെസിസ്റ്റർ ഉണ്ട്, L എന്നുള്ള ഇൻഡക്ടർ ഉണ്ട്, C എന്നുള്ള കപ്പാസിറ്റർ ഉണ്ട്. ഇത് മൂന്നും ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. Rന് അക്രോസുള്ള വോൾട്ടേജാണ് VR, അതേപോലെ Lന് അക്രോസുള്ള വോൾട്ടേജാണ് VL, Cക്ക് അക്രോസുള്ള വോൾട്ടേജാണ് VC. സർക്യൂട്ടിലുള്ള ടോട്ടൽ വോൾട്ടേജാണ് V എന്ന് പറഞ്ഞാൽ, സർക്യൂട്ടിലുള്ള കറണ്ടാണ് I എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് VR എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു I × R ആയിരിക്കും. ഇവിടെ കാണാൻ പറ്റും VR എന്ന് പറഞ്ഞാൽ I × R ആണ്. I എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലെ കറണ്ടാണ്, അതേപോലെ R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. അതെ, അപ്പോൾ നമുക്കറിയാം ഒരു റെസിസ്റ്ററിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. അപ്പോൾ VR എന്ന് പറഞ്ഞാൽ ഐനോ ആ സർക്യൂട്ടിലെ കറണ്ടുമായിട്ട് ഐയുമായിട്ട് ഇൻ ഫേസ് ആയിരിക്കും. അതിവിടെ കാണിച്ചിട്ടുണ്ട്. VR എന്ന് പറഞ്ഞാൽ ഐയുമായിട്ട് ഇൻ ഫേസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ നോക്കുക, വോൾട്ടേജ് അക്രോസ് L, ഇൻഡക്ടർ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I × XL ആയിരിക്കും. അപ്പോൾ I × XL എന്ന് പറഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, സർക്യൂട്ടിലുള്ള കറണ്ടാണ്. അതേപോലെ XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. അപ്പോൾ പിന്നെ നമുക്കറിയാം XL കാണാനുള്ള ഇക്വേഷൻ 2πfL ആണ്. ഒരു ഇൻഡക്ടറിൽ, പ്യൂർ ഇൻഡക്ടറിൽ വോൾട്ടേജ് ലീഡ് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യും, ലാഗ് ചെയ്യും ബൈ 90 ഡിഗ്രി. അപ്പോൾ VL ലീഡ്സ് ബൈ I 90 ഡിഗ്രിയിൽ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ VC കാണാനുള്ള ഇക്വേഷനാണ് I × XC എന്ന് പറഞ്ഞാൽ, I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. നമുക്കറിയാം ഒരു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ VC ലാഗ്സ് ബൈ I
90 ഡിഗ്രി. അതായത് വോൾട്ടേജ് ബാക്കിലായി പോകും, കറണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക ലീഡ് ചെയ്യുന്നുണ്ടാവുക, കറണ്ട് ആയിരിക്കും മുന്നിലായിട്ടുണ്ടാവുക 90 ഡിഗ്രിയിൽ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ഫേസർ ഡയഗ്രാം വരക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഐ എന്നുള്ള ഒരു ആളെ വരച്ചു, നമ്മൾ ഇങ്ങനെ ഇതുവരെയുള്ള ഐ എന്നുള്ള ആളെ വരച്ചു. അതിനോട് ഇൻ ഫേസ് ആണ് വി ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് അതേ രീതിയിൽ തന്നെ അതിന് ആ ഒരു ഫേസിൽ തന്നെ നമ്മൾ എന്ത് വരച്ചു, വി ആറും പാരലായിട്ട് വരച്ചു. വി എൽ എന്ന് പറഞ്ഞാൽ ഐനോട് 90 ഡിഗ്രി, വി എൽ എന്ന് പറഞ്ഞാൽ ലീഡ് ചെയ്യാണ്, എത്ര ഡിഗ്രി 90 ഡിഗ്രി ലീഡ് ചെയ്യാണ്. അപ്പോൾ ഐയുമായിട്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ വി എൽ വരച്ചു. ഇപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ വി സി താഴത്തോട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വി സി താഴത്തോട്ട് വരച്ചു, ഐയുമായി 90 ഡിഗ്രി ലാഗ് ചെയ്യാണ്. അപ്പോൾ വി സി നേരെ താഴത്തോട്ട് വരച്ചു. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതും ഐയുമായിട്ട് 90 ഡിഗ്രി വരച്ചു. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ വി എല്ലും ഉണ്ട് വി സി ഉണ്ട്. ഇപ്പോൾ വി എല്ലും വി സിയും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പോൾ വി എല്ലും വി സിയും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല. അപ്പോൾ വി എല്ലും വി സിയും ഈക്വൽ ആണെങ്കിൽ വി എല്ലിൻ്റെ അതേ ഈക്വലായിട്ട് വി സിയും വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ ഈ വി എല്ലിൻ്റെയും വി സിൻ്റെയും റിസൾട്ടാണ് നമുക്ക് കാണാൻ പറ്റും. കാരണം വി എൽ മൈനസ് വി സി എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. വി എൽ ഒരു 10 വോൾട്ട് മേലൊക്കെ ഉണ്ടെങ്കിൽ അതേ താഴേക്ക് -10 വോൾട്ട് താഴേക്കുണ്ടെങ്കിൽ ആ 10ഉം -10ഉം ക്യാൻസലായിട്ട് 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു RLC സീരീസ് സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ വി സി ഗ്രേറ്റർ ദാൻ വി എൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഫൈനൽ ഇക്വേഷനിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പിന്നെ വി എല്ലും വി സിയും ഒരു പർട്ടിക്കുലർ അസംഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന അസംഷൻ എന്ന് പറഞ്ഞാൽ വി എൽ ഈസ് ഗ്രേറ്റർ ദാൻ വി സി ആണ്. അതായത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററിനേക്കാളും കൂടുതലാണ്. വി എൽ ഈസ് ഗ്രേറ്റർ ദാൻ വി സി എന്ന് നമ്മൾ കൺസെപ്റ്റിലെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗം വി എൽ ആണ്, ഇത്രയും ഭാഗം എന്തുള്ളൂ, വി സി ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം എന്നാണ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ വി എൽ മൈനസ് വി സി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വി എൽ നിന്ന് ഈ ഒരു ഭാഗം വി സി എന്നുള്ള ഭാഗം കുറച്ച ഭാഗമാണ് ഈ വി എൽ മൈനസ് വി സി ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വി എൽ മൈനസ് വി സിൻ്റെയും അതേപോലെ വി ആറിൻ്റെയും റിസൾട്ടൻ്റായിട്ട് നമ്മൾ എന്ത് വരച്ചു, വി എന്നുള്ള ഒരു ഭാഗം ഇവിടെ നമ്മൾ വരച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു, ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു. ഈ ഭാഗം വി ആർ, ഈ ഭാഗം വി ആർ ആണ്, ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വി എൽ മൈനസ് വി സി ആണ്. ഇതിന് രണ്ടിന് റിസൾട്ടൻ്റായിട്ട് വി എന്ന് വരച്ചു. ഈ ഭാഗം ഐയും വിയും തമ്മിലുള്ള ആംഗിളാണ് ഫൈ എന്ന് പറഞ്ഞാൽ അതും ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ നോട്ട് ചെയ്തു. ഇനി നമ്മളുടെ ഇതിൻ്റെ ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ് ഈ ഒരു കേസ് നമുക്ക് ഇപ്പോൾ നോക്കാം. ഫസ്റ്റ് ടോട്ടൽ വോൾട്ടേജ് വി എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ട് നമുക്ക് കാണാൻ പറ്റും. വി എന്ന് പറഞ്ഞാൽ √VR² പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നമുക്ക് വി ആണ് കാണേണ്ടത്. വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഹൈപ്പട്ടനിയസ് ആണ്, കർണാണ്. അപ്പോൾ കർണം കാണാനുള്ള ഇക്വേഷൻ പാദത്തിൻ്റെ സ്ക്വയർ പ്ലസ് ലംബത്തിൻ്റെ സ്ക്വയർ അല്ലേ, അങ്ങനെ തന്നെയല്ല, ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഈ ഒരു ഭാഗത്തിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കാണാൻ പറ്റും, നമുക്ക് ഹൈപ്പട്ടനിയസ് കർണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ √VR² പ്ലസ് √VL മൈനസ് വി സി ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, വി നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വി ഈസ് ഈക്വൽ ടു √V² പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. നമ്മൾ എന്ത് ചെയ്തു, √VR എന്ന് പറഞ്ഞാൽ I × R ആണ്. സോ I × R ഹോൾ സ്ക്വയർ പ്ലസ് വി എൽ എന്ന് പറഞ്ഞാൽ I × XL ആണ്, മൈനസ് I × XC ഹോൾ സ്ക്വയർ നമ്മളിവിടെ കാണിച്ചു. സോ √I × R ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ I² പ്ലസ് R² പ്ലസ് ഈ രണ്ട് ടേമിലും I കോമൺ ആണ്, I പുറത്തെടുത്തു. I പുറത്തെടുത്താൽ I × XL മൈനസ് XC ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എഴുതാൻ പറ്റും. സോ √I² R² ഇൻറ്റു ഐൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ I² × XL മൈനസ് XC ഹോൾ സ്ക്വയർ എന്ന് വന്നു. രണ്ട് ടേമിലും ഇവിടെയും I² ഉണ്ട്, ഈ ടേമിലും I² ഉണ്ട്. സോ I² പുറത്തെടുത്തു, I² × √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ എന്ന് വരും.
സോ ഐ സ്ക്വയറിനെ പുറത്തെടുത്താൽ എന്തായിട്ട് മാറി, ഐ ആയിട്ട് മാറി. ബാക്കി റൂട്ടിനുള്ളിൽ ആരൊക്കെ ഉണ്ടാവും, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഈ ഐനെ പുറത്തോട്ട് കൊണ്ടുവന്ന സമയത്ത് വി ബൈ ഐ ഇസ് ഇക്വൽ ടു, അതായത് ഇസ് ഇക്വൽ ടു സെഡ് ആണ്. സെഡ് ഇസ് ഇക്വൽ ടു, അതായത് ഇംപെഡൻസ് ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്നെടുത്തു. ഈ സെറ്റിനെ പറഞ്ഞ പേരാണ് നമ്മൾ ഇംപെഡൻസ് എന്ന് പറഞ്ഞു. സോ ഒരു ആർ എൽ സി സീരീസ് സർക്യൂട്ടിൽ ഇംപെഡൻസ് കാണാനുള്ള ഇക്വേഷനാണ് സെഡ് ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു. എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്, എക്സ് സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ആണ്. ഇനി ഫേസ് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ നോക്കാം. നമ്മൾ ടാൻ ഫൈ കണ്ടു. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ വി എൽ മൈനസ് വി സി ഡിവൈഡഡ് ബൈ വി ആർ ആണ് ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ. വി എൽ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് എൽ ആണ്, മൈനസ് വി സി എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് ആണ്, ഡിവൈഡ് ബൈ വി ആർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആർ ആണ്. എല്ലാത്തിലും ഐ ഉണ്ട്, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. സോ എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡഡ് ബൈ ആർ എന്ന് വന്നു. നമുക്ക് ഫൈ ആണ് വേണ്ടത്. സോ ടാൻ ഈ ഭാഗത്തോട്ട് കൊണ്ടുപോയി. സോ ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. സോ ഫൈ കാണാനുള്ള ഇക്വേഷനാണ് ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്ന് വരും. എക്സ് എൽ മൈനസ് ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് എന്തിനു കിട്ടുക, നമുക്ക് ശരിക്കും ഫേസ് ആംഗിൾ കാണാൻ കിട്ടുക. ഇവിടെ ഈ ഫൈലിൽ നമ്മൾ ടാൻ ഫൈ എന്നുള്ള സിഗിൾ എക്സ് എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ ആർന്ന് കിട്ടി. ഇത് നമുക്ക് ഫൈ ആണ് വേണ്ടത്. അപ്പോൾ ടാൻ അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഫൈ സിഗിൾ ടു എക്സ് എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ ആർന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ ഇതാണ് ഫേസ് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ. ഇനി നോക്കാം, നമ്മൾ എക്സ് എൽ മൈനസ് എക്സ് സി എന്നുള്ളത് ഒരു പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സ് എൽ നിന്ന് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് നിന്ന് നമ്മൾ ഒരു എക്സ് സി എന്നുള്ള വാല്യൂ കുറക്കുന്ന സമയത്ത് അതൊരു പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ട് എന്തായിരിക്കും, ഇൻഡക്റ്റീവ് ആയിരിക്കും. അത് ഇൻഡക്റ്റീവ് എന്ന് പറയാനുള്ള കാരണം നമ്മളെ സർക്യൂട്ടിൽ എക്സ് എല്ലിൻ്റെ വാല്യൂ, അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ട് എന്തായിരിക്കും, നമുക്ക് ഇൻഡക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. കാരണം അവിടെ എക്സ് എൽ ആണല്ലോ കൂടുതലുള്ളത്. അതല്ല എക്സ് എൽ മൈനസ് എക്സ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൽ നിന്ന് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറക്കുന്ന സമയത്ത് നെഗറ്റീവ് വന്നാൽ ആ സർക്യൂട്ട് എന്താണ്, കപ്പാസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് ആണ് കൂടുതൽ, എക്സ് എല്ലിനേക്കാളും എക്സ് കൂടുതലായതുകൊണ്ടാണ് എക്സ് എൽ മൈനസ് എക്സ് നെഗറ്റീവായിട്ട് മാറിയത്. സോ ആ സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ടാണ് നമുക്ക് പറയാൻ പറ്റും. എക്സ് എൽ മൈനസ് എക്സ് ഈസ് ഇക്വൽ ടു 0 ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ സർക്യൂട്ട് എന്തായിരിക്കും, റെസിസ്റ്റീവ് ആയിരിക്കും. കാരണം എക്സ് എല്ലും എക്സും ഈക്വൽ ആകുന്ന സമയത്ത് എന്തായിട്ട് മാറും, ആ ഒരു സർക്യൂട്ട് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. നമ്മൾ നേരത്തെ വി എല്ലും വി എസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ. സോ നമ്മൾ പിന്നെ ഇംപെഡൻസ് കാണുന്ന സമയത്ത് എന്ത് വരും, സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അതിൽ എക്സ് എൽ മൈനസ് എക്സ് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, റൂട്ട് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ എന്ന് വന്നു. അതായത് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് മാത്രമായിട്ട് മാറും. റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആറിനാണ്, സെഡ് ഇസ് ഈക്വൽ ടു തന്നെയാണ് ആർ തന്നെയാണ്. അപ്പോൾ ആ സർക്യൂട്ട് എന്ത് മാത്രമേ ഉള്ളൂ, ഇംപെഡൻസ് മാത്രമേ ഉള്ളൂ. അതായത് എക്സ് എൽ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ട് എന്താണ്, അതിവിടെ അത് റെസിസ്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. 3 കേസ് പറഞ്ഞു. എക്സ് എൽ മൈനസ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ അത് ഇൻഡക്റ്റീവ് സർക്യൂട്ട്, എക്സ് എൽ മൈനസ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ അതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ട്, എക്സ് എൽ മൈനസ് എക്സ് 0 ആണെങ്കിൽ എന്താണ്, അതൊരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. ഇതിൻ്റെ ഇംപെഡൻസ് ട്രയാങ്കിളോട് നോക്കാം. ഇംപെഡൻസ് ട്രയാങ്കിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഇംപെഡൻസ് ട്രയാങ്കിൾ. അതിൻ്റെ ഒരു സൈഡ് റെസിസ്റ്റൻസ്, ഒരു ഭാഗം പിന്നെ എക്സ് എൽ മൈനസ് എക്സ്, ഒരു ഭാഗം സെറ്റ്. ഇതാണ് ആർ എൽ സിൻ്റെ കേസിൽ നമുക്ക് എന്ത് വരിക, ഇംപെഡൻസ് ട്രയാങ്കിളായിട്ട് വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ഈ ഒരു ഭാഗം R എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗം Z എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗം എക്സ് എൽ മൈനസ് എക്സ് എന്നും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Z കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്, നമുക്ക് അറിയുന്ന ഇക്വേഷൻ തന്നെയാണ്. ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റും ചെയ്യും. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ ആറും സെഡും തമ്മിലുള്ള ആംഗിളാണ് ഫൈ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ ബൈ സെഡ് ആണ്. ഫേസ് ആംഗിൾ ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ, ടാൻ ഫൈ കാണാൻ, ടാൻ ഫൈ നമുക്ക് കാണാൻ പറ്റും. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എക്സ് എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ സെയിം അഡ്ജസ്റ്റൻറ്റ് സൈഡ്, അതായത് ഇറ്റ് ഈസ്
6 സോ tan phi is equal to XL minus XC divided by R എന്ന് വന്നു. ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫൈ is equal to tan inverse of XL minus XC divided by R എന്ന് വന്നു. നമുക്ക് tan phi is equal to XL minus XC divided by R എന്ന് കിട്ടി. നമ്മൾ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. സോ ഫൈ is equal to tan inverse of XL minus XC divided by R നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കാണാൻ പറ്റി. അപ്പോൾ അതാണ് ഈ ഒരു RLC സീരീസ് സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് ട്രയാങ്കിളായിട്ട് നമുക്ക് പറയുന്ന കാര്യം.